കണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, തിർമിദിയിൽ കാണാം, ലോകാവസാനത്തോട് അടുക്കുമ്പോൾ കാലഘട്ടത്തിന്റെ സമയദൈർഘ്യം അനുഭവ വേദ്യമാകുന്നതിൽ ചുരുങ്ങി ചുരുങ്ങി വരും. ലാ തഖൂമു സ്സഅതു ഹത്താ യതഖറബ അസ്സമാൻ. സമയം അടുത്തടുത്ത് വരും. ദിവസങ്ങളും ആഴ്ചകളും വർഷങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു തീരും. ഫതകൂനു സനതു കശ്ശഹരി. ഒരു കൊല്ലം പണ്ട് കാലം ഒരു മാസം തീരുന്നത് പോലെ തീർന്നു പോകും. അതിന് തെളിവ് ഞാൻ പറയണോ? എത്ര റമദാൻ? 10 കഴിഞ്ഞോ? എന്താ നിങ്ങൾ പറഞ്ഞു? 10 ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇന്ന് വൈകുന്നേരം ഒരാൾ ഡയലോഗാ, 10 കഴിഞ്ഞു. എന്താ നിങ്ങൾ പറയണത്? മെഞ്ഞാന്നല്ലേ റമദാനായത്? മെഞ്ഞാന്ന് റമദാനായിട്ടേ ഉള്ളൂ, പക്ഷെ 10 എണ്ണം കഴിഞ്ഞു. എത്ര പെട്ടെന്നാ പടച്ചവനെ കഴിഞ്ഞു പോകുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, ഫതകൂനു സനതു കശ്ശഹരി. ഒരു വർഷം മാസത്തിന്റെ അത്രമേ ദൈർഘ്യം തോന്നുകയുള്ളൂ. വശഹ്റു കൽ ജുമുഅത്തി. ഒരു മാസത്തിന്റെ കാലാവധി ഒരാഴ്ചയുടെ കാലാവധി പോലെ ചുരുങ്ങും. വതകൂനുൽ ജുമുഅത്തു കൽ യൗമി. ഒരാഴ്ചയുടെ കാലാവധി ഒരു ദിവസം പോലെ ചുരുങ്ങും. വയകൂനുൽ യൗമു കസ്സഅത്തി. ഒരു ദിവസം ഒരു മണിക്കൂർ പോലെ ചുരുങ്ങുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അഥവാ സമയം പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു പോവുക. അത് നമുക്കൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. എങ്ങനെയാണെന്ന് വിലയിരുത്താൻ എനിക്ക് കഴിയില്ല. അത് നിങ്ങളൊക്കെ തീരുമാനിച്ചു കൊള്ളുക. ഇങ്ങനെ ഓരോ ഹദീസുകൾ. ഇനി ഞാൻ വേറെ ഒരു വലിയ അത്ഭുത വാർത്ത പറയാൻ പോവുക. ഞെട്ടരുത്, ആരും ഞെട്ടരുത്. പെണ്ണുങ്ങളുണ്ടോ അത് കേൾക്കാൻ? അവരാണ് ഞെട്ടുക. കാരണം അവരെ ബാധിക്കുന്ന പ്രശ്നമാണ് സ്വർണം, തങ്കം, മുത്ത്, വെള്ളി. ഇത് കണ്ടമാനം വാങ്ങിക്കൂട്ടുക. എന്നിട്ട് 200 പവൻ സ്വർണം സ്ത്രീധനം പാപ്പ മേടിച്ചു കൊടുക്കുക. എന്നാലേ ഈ സ്വർണവും വെള്ളിയും ഒക്കെ മേടിച്ച് കുന്നുകൂട്ടി ഖജനാവിന്റെ ഉള്ളിൽ ജയലളിത കൂട്ടിയിട്ടതുപോലെ കൂട്ടിയിടുന്ന മനുഷ്യന്മാരെ കേട്ടോളൂ. നിങ്ങൾക്ക് ഹയാത്തുള്ള ഒരു കാലത്ത് അനുഭവിക്കും. എനിക്ക് ഹയാത്തുണ്ടാവോ, നിങ്ങൾക്ക് ഹയാത്തുണ്ടാവോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അടുത്ത കാലത്ത് നടക്കാൻ പോകുന്ന ഒരു മാറ്റാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. മുഹമ്മദിന്റെ ചിന്ത കൊണ്ട് പറയല്ല, മുഹമ്മദ് റസൂലുള്ളാഹി പുന്നാരനൃത്തങ്ങൾ പറഞ്ഞതുകൊണ്ട് വിനീതനായി ഞാൻ പറയുന്നു, സ്വർണത്തിനും വെള്ളിക്കും കാര്യമായ വിലയിടിവ് സംഭവിച്ച് കരിങ്കല്ലിന്റെ വില പോലും ഇല്ലാത്ത ഒരു കാലം വരാനിരിക്കുന്നു. സ്വർണ്ണ പീഡിയക്കാരൊക്കെ കൂടി പേടിച്ചോ? ഇന്നും നാളെ ഒന്നും അല്ല, അത് ബേജാറാവില്ല. ഇപ്പം വിറ്റ് ഒഴിവാക്കണ്ട, കുറച്ചുകൂടെ. അങ്ങനെ ഒരു അവസരം വരും. ആ അവസരം വരുന്നതോ ഗ്രാജുവലി ചേഞ്ച് അല്ല. അതാ പോയിന്റ്. ഘട്ടം ഘട്ടങ്ങളായിട്ട് ഇപ്പൊ എത്ര 3640 രൂപയാ ഒരു പവന്. അത് 3000 ആവും, പിന്നെ 2000 ആവും, പിന്നെ അങ്ങനെയെല്ലാം പെട്ടെന്ന് മാറുക. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ. സഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, സയ്യിദുനാ റസൂലുള്ളാഹി പറയുകയാണ്, തഖീഉൽ അർളു അഫ്ലാദ കബദിഹാ അംസാലുൽ ഉസ്തുവാനത്തി മിനൽ വൽ ഫിദ്ദാ. ഭൂമി അതിന്റെ കരളിന്റെ കഷ്ണങ്ങളാകുന്ന സാധനങ്ങളെ അഥവാ സ്വർണത്തെയും വെള്ളിയെയും വലിയ വലിയ തൂണുകൾ കണക്കെ മുകളിലേക്ക് വലിച്ചഴച്ച് ഛർദിച്ച് പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഭൂമിയുടെ അന്തർഭാഗങ്ങളിലുള്ള ഖനികളും നിക്ഷേപങ്ങളും സ്വർണവും വെള്ളിയും അത് ഭൂമിയുടെ കരളിന്റെ കഷ്ണങ്ങളാണ്. അത് ഏതുപോലെയാ പുറത്തേക്ക് വരിക? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഉദാഹരണം എന്താ? മിസലൽ ഉസ്തുവാനത്തി. വലിയ തൂണുകൾ പോലെയാണ് വരിക. വലിയ വലിയ തൂണുകൾ പോലെ ഭൂമിക്കടിയിൽ നിന്ന് സ്വർണത്തിന്റെയും വെള്ളിയുടെയും അംശങ്ങളുള്ള വലിയ വലിയ കരിങ്കല്ലുകൾ പുറത്തേക്ക് കൊണ്ടുവരും. തൂണുകൾ പോലെ. സുബ്ഹാനല്ലാഹ്. കൂട്ടത്തിൽ ഞാൻ കിബറോടുകൂടെ തന്നെ പറയട്ടെ, എന്റെ കണ്ണുകൊണ്ട് കാണാൻ എനിക്ക് യോഗം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലെ ലോകത്തേക്ക് വെച്ച് ഏറ്റവും വലിയ സ്വർണ്ണഖനിയാണ് ഇന്ത്യയിലെ കോലാർ ഗോൾഡ് ഫീൽഡ്, KGF, ബാംഗ്ലൂരിൽ. ലോകത്ത് വെച്ച് ഏറ്റവും വലിയ സ്വർണ്ണഖനിയാ. സ്വർണം കിട്ടുന്നത് ഏറ്റവും കുറച്ചാട്ടോ. അത് കാരണം നമ്മളെ നരസിംഹറാവും കേസരിയും ദേവാഗൌഡയും ഫക്കീറും സ്കീമാരായതുകൊണ്ട് അത്ര തന്നെ മതി എന്നാ തീരുമാനം. അതുകൊണ്ട് മുതലാകുന്നില്ല എന്നാ പറഞ്ഞത്. സ്വർണ്ണക്കനി നടക്കുന്ന ഇന്ത്യയിൽ നഷ്ടമാണ്. കാരണം അഴിമതിയും എടുക്കാനുള്ളതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് സ്വർണ്ണം മുതലാകുന്നില്ല. അതുകൊണ്ട് നരസിംഹറാവു ഭരിച്ചിരുന്ന കാലത്ത് പറഞ്ഞാൽ അടച്ചുപൂട്ടിയിടെ. കാരണം സ്വർണ്ണം എടുത്തിട്ടും പണിക്കാർക്ക് കൂലി കൊടുക്കാൻ തികയുന്നില്ല. എടുക്കുന്നതൊന്നും ഖജനാവിലേക്ക് എത്തുന്നില്ല എന്ന അതിന്റെ മാന. എന്തോ ആവട്ടെ, ആ സ്വർണ്ണഖനിയുടെ 12,000, 20,000, 24,000
കൂടി കുഴിച്ചെടുക്കുന്നുണ്ട് ഇന്നും ബാംഗ്ലൂരിലുണ്ട്. ഈ വിനീതൻ അവിടെ ഒരു ആവശ്യത്തിന് പോയപ്പോഴതിന്റെ ഉള്ളിലേക്ക് പോകാനുള്ള ഒരു പെർമിറ്റ് എനിക്ക് കിട്ടി. അവിടെയുള്ള പ്രവർത്തകന്മാർ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടവരുടെ ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാനും പോയി അതിന്റെ ഉള്ളിലേക്ക്. കണ്ണിനൊരു പ്രത്യേക അവസ്ഥയും ചന്ദ്രനിലേക്കൊക്കെ പോകുന്ന ഒരു അവസ്ഥയിലുള്ള വസ്ത്രവും ഒക്കെ ഇട്ട് തന്ന് ഞാനൊരു കടലാസിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തു. ഭൂമിക്കടിന്റെ ഉള്ളിലേക്ക് പോകുന്നത് കൊണ്ട് മരണം സംഭവിച്ചാൽ കമ്പനി ഉത്തരവാദിയല്ല, എന്നോടത്ത് വരട്ടെ, എന്നാലും അവിടെ ഒക്കെ ഒന്ന് പോകാലോ. ഞാൻ എഴുതി ഒപ്പിട്ടൊക്കെ കൊടുത്തു. അതിന്റെ ഉള്ളിൽ 2.5 മണിക്കൂർ നേരം ഭൂമിയുടെ അന്തർഭാഗങ്ങളിലുള്ള ഗുഹകളൊക്കെ പോയി കണ്ട് സന്ദർശിച്ചു. അവിടെ സന്ദർശകന്മാർക്ക് പബ്ലിക് അനുവാദമില്ലെങ്കിലും അവിടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ശഫായത്തോടു കൂടി പോകാം. അങ്ങനെയായി വിനീതം പോയത്. വലിയ വലിയ പർവ്വതങ്ങൾ, മലകൾ, പാറക്കെട്ടുകൾ ഒന്നിച്ച് പൊട്ടിച്ചിങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഈ കാണുന്ന ഇത് പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാവോ? സ്വർണം പോലെ നിങ്ങളെ ക്യാബിനെ ഇതുപോലത്തെ വലിയ വലിയ കഷ്ണങ്ങൾ, മിഥിലൽ ഉസ്തുവാന, തൂണുകൾ പോലെ വലുതെടുക്കുക. എന്നിട്ട് അതിനകത്തുണ്ട് ഒരു ട്രെയിന്. ആ ട്രെയിനിലേക്ക് കയറ്റി വെക്കുക. എന്നിട്ട് അത് മുകളിലേക്ക് പ്രത്യേകമായ ട്രെയിനും പ്രത്യേകമായ ലിഫ്റ്റും വെച്ച് കയറ്റിക്കൊണ്ടുപോയി അത് അരച്ചരച്ചിടിച്ച് പൊടിയാക്കി അതിൽ നിന്ന് സ്വർണത്തിന്റെ അംശം എടുക്കുക. പക്ഷേ ഇന്ത്യൻ സ്വർണ്ണ ഖനിയിൽ നിന്ന് ലഭിക്കുന്ന സ്വർണത്തിന്റെ ശതമാനം വളരെ കുറച്ചാണ്. കാരണം നമ്മൾ ഫക്കീറന്മാരാ. ഇതേ സ്വർണ്ണ ഖനികൾ സൗദി അറേബ്യയിലുണ്ട്. 70% വരെ സ്വർണ്ണമുള്ള പാറക്കെട്ടുകളുണ്ട് അത്ര ദുനിയാവിൽ. അരച്ചു പൊടിച്ചാൽ 70% സ്വർണം മാത്രം. സുബ്ഹാനല്ലാഹ്. അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ ഈയിടെ പറഞ്ഞിട്ടുണ്ട്, മദീനയുടെയും മക്കയുടെയും ഇടയിൽ ഭൂമിയുടെ അന്തർഭാഗങ്ങളിൽ സ്വർണത്തിന്റെ മാത്രം മലകളുണ്ട് എന്ന് ഫൈസൽ രാജാവിന്റെ കാലത്ത് പറഞ്ഞിട്ടുണ്ട്. ഫൈസൽ രാജാവ് പറഞ്ഞു, ഇപ്പൊ അത് എടുക്കണ്ട, അവിടെ നിൽക്കട്ടെ, നമുക്ക് ആവശ്യമുള്ള എടുക്കാം. ഇപ്പൊ ഇവിടെ കിടക്കുക. അന്നൊരു കാലത്ത് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ ദുഃഖിച്ചവശനായിരിക്കുമ്പോൾ മലക്കുകൾ വന്ന് പറഞ്ഞില്ല, നബിയെ അങ്ങേക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മദീനയുടെയും മക്കയുടെയും ഇടയിലുള്ള ചില മലകൾ അത് താഴെ അട്ടിമറിച്ചുകൊണ്ട് താഴ്ഭാഗങ്ങളിലുള്ള സ്വർണം തങ്ങൾക്ക് തരാം. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് ജിബ്രീലിന്റെ മുഖത്തേക്ക് നോക്കിയത്. ജിബ്രീലെ, ഞാൻ സമ്മതം കൊടുക്കണോ? സ്വർണത്തിന്റെ മലകൾ എനിക്ക് ആവശ്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അല്ലാഹു തആല അത് തരും. പക്ഷെ എന്താണ് ജിബ്രീലെ ഞാൻ മറുപടി പറയേണ്ടതെന്ന് ചോദിച്ചപ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയോട് പറഞ്ഞു, നബിയെ, ഭൂമിയുടെ അന്തർഭാഗങ്ങളിൽ അല്ലാഹു തആല നിക്ഷേപിച്ചു വെച്ചിരിക്കുന്ന സ്വർണ്ണ ഖജനാവുകളെ അല്ലാഹു തങ്ങൾക്ക് പുറത്തെടുത്ത് തരാൻ തയ്യാറാണ്. പക്ഷേ തങ്ങൾ രണ്ടാമൊരു സെലക്ഷൻ ചെയ്തോ? തങ്ങൾ പ്രിഫറൻസ് ഏതിന് കൊടുക്കണമെന്ന് തീരുമാനിച്ചോ? നബിയ്യം മലിക്കാ ഔ നബിയ്യൻ അബ്ദാ. സ്വർണത്തിന്റെ മലകളൊക്കെ തങ്ങൾക്ക് അല്ലാഹു തആല കൊണ്ടുതരികയാണെങ്കിൽ തങ്ങൾ രാജാവും നബിയുമായിരിക്കും. അതല്ല, അതൊന്നും വേണ്ട എന്ന് വെച്ചുകൊണ്ട് തങ്ങൾ ജീവിച്ച് ക്ഷമിച്ചു പൊറുത്താൽ നബിയ്യൻ അബ്ദാ, അല്ലാഹുവിന്റെ വിനീതദാസനായ ഒരു നബിയായിരിക്കും. ഏതാണ് തങ്ങൾക്ക് ആവശ്യം? അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, എനിക്ക് സാധുവായ ഒരടിമയായി ജീവിച്ചാൽ മതി, നബിയായി തുടർന്നാൽ മതി. ഒരു രാജാവിന്റെ സ്വഭാവം എനിക്ക് ആവശ്യമില്ല ജിബ്രീലേ. അതുകൊണ്ടാണ് അല്ലാഹു തആല അന്നത് കൊടുക്കാതെ അവിടെ വെച്ചത്. ഈയിടെ ഫൈസൽ രാജാവിന്റെ ഭരണകാലത്ത് ഇന്ത്യൻ എക്സ്പ്രസ് അന്ന് ഇതാറ്റ് ചെയ്തിരുന്നു. ഫൈസൽ രാജാവിന്റെ കാലത്ത് അമേരിക്കയിലെ സ്വർണ്ണക്കനിയുടെ നിക്ഷേപകന്മാർ, ശാസ്ത്രജ്ഞന്മാർ വന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞു, സ്വർണത്തിന്റെ മലകളുണ്ട് അത്രേ ഭൂമിക്കടിയിൽ. എന്നല്ല, യൂഫ്രട്ടീസ് നദിയുടെയും ടൈഗ്രീസ് നദിയുടെയും താഴ്ഭാഗങ്ങളിൽ കുറെ അധികം ഉള്ളോട്ട് പോയാൽ സ്വർണത്തിന്റെ മലകൾ കിടക്കുന്നുണ്ട് എന്ന് ഇല്ലസ്ട്രേറ്റഡ് വീക്കിലി ബോംബെ വലിയ ഫീച്ചറായി കൊടുത്തിരുന്നു. സുഹൃത്തുക്കളെ, എന്തിനാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്? ഭൂമിക്കടിയിൽ അതുണ്ട് എന്ന് ഇന്ന് സയൻസ് സമ്മതിച്ചു, തീർത്തും സമ്മതിച്ചു. സ്വർണത്തിന്റെയും വെള്ളിയുടെയും മലകൾ കിടക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് അതല്ല, തഖീഉൽ അർളു, അത് ഭൂമി പുറത്തേക്ക് വിടും. അതെന്നാണ് എന്ന് ഞാൻ പറയില്ല, എനിക്കറിഞ്ഞുകൂടാ. ഇൻഷാ അല്ലാഹ് ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അത്ഖാലഹാ. ഭൂമിക്കടിയിലുള്ള നിക്ഷേപങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരും. പക്ഷെ ഖിയാമത്ത് നാളിന്റെ അവസാന ദിവസം അല്ലത് സംഭവിക്കുക. കാരണം കേട്ടോ, റസൂലുള്ളാഹി പറയുന്നു, കരളിന്റെ കഷ്ണങ്ങളായ പൊന്നും വെള്ളിയും വലിയ വലിയ തൂണുകൾ കണക്കെ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. ആ സമയത്ത് വലിയ സ്വർണത്തിന്റെ വലിയ മലകൾ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് കേൾക്കുമ്പോ കൊലയാളി വരും. ആളുകളെ കൊല നടത്തിയിട്ട് സ്വർണം കവർന്ന കള്ളന്മാര് വരും. അല്ലേ? വാഹനത്തിൽ ആക്സിഡന്റ് പറ്റി, അപകടനിര തരണം ചെയ്യാത്ത ഒരു പെണ്ണിനെ ഒരു വാഹനത്തിൽ കയറ്റി വിട്ടു. ആ വാഹനക്കാരെന്ത് ചെയ്തെന്നറിയോ? കേരളത്തിൽ മാലവൽക്ക കട്ടെടുത്തിട്ട് ആ ശവത്തെ വൽക്ക റോട്ടുമലേക്ക് ഇട്ടിട്ട് ഒരു മുങ്ങി. ആസ്പത്രി കൊണ്ടുപോകേണ്ട പെണ്ണിന്റെ 2 പവൻ മാല കട്ട കള്ളന്മാരെ. ദുനിയാവിന്റെ അവസ്ഥ. ഖിയാമത്ത് നാൾ അടുത്താൽ മതിയോ? നമുക്ക് നമ്മളെ സ്വഭാവമായി പറയണത്.
എന്നാൽ 1 പവൻ സ്വർണത്തിന് വേണ്ടി ആളുകളെ കൊന്ന മനുഷ്യന്മാർ അന്ന് ഈ കാഴ്ച കാണാൻ വേണ്ടി വരുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അപ്പോഴെന്ത് വന്നു? ഈ സംഭവം നടക്കുന്നത് സ്വർണത്തിന് നല്ല വിലയുള്ള സമയത്തായിരിക്കും എന്നല്ലേ അതിന്റെ ഇസ്തിംബാത്ത്. എന്നിട്ട് പറയും, കഷ്ടം, അഹോ ഫീ ഹാദാ ഖതൽത്, ഈ ഒരു സ്വർണത്തിന്റെ 1 പവന് വേണ്ടിയാണല്ലോ ഞാൻ ആ നിഷ്കളങ്കയായ കുട്ടിയെ കൊന്നത്, ഈ 1 പവൻ സ്വർണത്തിന് വേണ്ടിയാണല്ലോ ഞാൻ എന്റെ ഭാര്യയെ കൊന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കരയും ആ സ്വർണം കാണുമ്പോൾ. കുടുംബബന്ധം മുറിച്ചവൻ പറയും, അതെ, പറഞ്ഞു വെച്ച സ്ത്രീധനത്തിൽ 2 പവൻ കുറവുള്ളത് കൊണ്ട് ഉമ്മായുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്ന നാണമില്ലാത്ത ഭർത്താക്കന്മാർ അവര് വന്നിട്ട് സ്വർണത്തിന്റെ മലകൾ കാണുമ്പോൾ പറയും, ഈ സ്വർണത്തിന്റെ 1 പവന് വേണ്ടിയായിരുന്നല്ലോ ഞാൻ കെട്ടിയ എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഞാൻ പറഞ്ഞയച്ച് കുടുംബബന്ധം മുറിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് കരയും. കള്ളന്മാര് വരും, കള്ളനായി കൈ മുറിക്കും. അതുകൊണ്ടെന്ന് മനസ്സിലായി, കള്ളന്മാരുടെ കൈ മുറിക്കുന്ന ഇസ്ലാമിക വ്യവസ്ഥിതിയുള്ള കാലത്തായിരിക്കും അത് വരിക. കൈ മുറിച്ച കള്ളൻ, മുറിക്കപ്പെട്ട കള്ളൻ വന്നിട്ട് സ്വർണം എന്ന് കാണുമ്പം പറയും, ഇങ്ങനത്തെ ഒരു ചെറിയ കഷ്ണം സ്വർണം സൗദി അറേബ്യന്ന് കട്ടത് കൊണ്ടാണ് എന്റെ കയ്യ ചങ്ങാതിമാര് മുറിച്ചത്, കണ്ടില്ലേ സ്വർണത്തിന്റെ മല. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും എന്നാന്ന് മാത്രം ഞാൻ പറയുന്നില്ല. ഇന്നത്തെ ഈ പ്രസംഗത്തില് ഈ വിഷയത്തോട് വിയോജിപ്പുള്ളവരുണ്ടാകാം. ഈ വിനീതന് മനസ്സിലായ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാഹു അഅലം. മഹാനായ റസൂലുള്ളാഹി പറഞ്ഞ ഈ ഹദീസ് സഹീഹ് മുസ്ലിമിൽ കാണാം. മറ്റൊരു ഹദീസ് ഉണ്ട് ബുഖാരിയിൽ തന്നെ, ലാ തഖൂമു സ്സാഅതു ഹത്താ യഹ്സിറൽ ഫുറാത്തു അൻ ജബലിൻ മിൻ ദഹബിൻ. യൂഫ്രട്ടീസ് നദിയുടെ താഴ്ഭാഗങ്ങളിൽ നിന്ന് സ്വർണത്തിന്റെ മലകൾ പുറത്തേക്ക് വരുന്നത് വരെ ഖിയാമത്ത് നാൾ നടക്കൂല. അത് ഇല്ലസ്ട്രേറ്റഡ് വീക്കിൽ ശരിവെച്ചിട്ടുണ്ട്. പക്ഷെ അത് കുഴിച്ചെടുക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ബുദ്ധിമുട്ടാകണം. അത് എടുത്താൽ തന്നെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമോ എന്ന ഭയം ഉള്ളത് കൊണ്ട് ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. കൂടുതൽ സമയമൊന്നും ആവൂല, ഇൻഷാ അല്ലാഹ് അടുത്ത കാലത്തെടുക്കും. അങ്ങനെ വരുമ്പോഴാണ് സ്വർണത്തിന്റെ വില ഇടിയുമെന്ന് ഞാൻ പറയുന്നത്. എന്ന് കരുതി ഇപ്പോഴുള്ള പവനൊന്നും നാളെ വിറ്റിട്ട് ബുദ്ധിമുട്ടാകുകയൊന്നും വേണ്ട. ഇപ്പൊ അവിടെ വെച്ചോ, പത്രത്തിലൊക്കെ വല്ല സിഗ്നലും കാണുമ്പോൾ ഓർക്കുക, പണ്ട് ദശദിന പ്രഭാഷണത്തിൽ ആ പഴഞ്ചൻ മുസ്ലിയാർ പറഞ്ഞത് ശരിയായി വരുന്നുണ്ടല്ലോ. അത് ഈ പഴഞ്ചൻ മുസ്ലിയാരുടെ ഗുണമല്ല, ഈ പഴഞ്ചന്റെ മുമ്പിൽ ഒരു നേതാവുണ്ട്, അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി. അവർ പരിഷ്കാരികളിൽ പരിഷ്കാരിയാണ്, പുരോഗമനവാദികളിൽ പുരോഗമനവാദിയാ. അവിടുന്നാണ് എന്റെ ഇമാം, അവിടുന്ന് പഠിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ വേറെയും കുറെ പറഞ്ഞിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നല്ലോ നബി തങ്ങളുടെ അടുത്തേക്ക് ഇസ്ലാമിനെ പറ്റി പഠിപ്പിക്കാൻ. അവസാനം ജിബ്രീൽ പോകുന്നതിന് മുമ്പ് നബി ചോദിച്ചുവല്ലോ, ഖിയാമത്ത് നാൾ എന്നാ നടക്കുക, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ എന്താ? മൽ മസ്ഊലു അൻഹാ ആലമ മിനസ് സായിൽ. അതൊന്നും ഇപ്പൊ സമയമെടുത്താൽ പറ്റൂല, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന വിഷയങ്ങളാണ്. ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീലെ എന്നാ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ കുറച്ച് പറഞ്ഞു തരാവോ? അപ്പോഴാ പറഞ്ഞത്, കാര്യങ്ങളൊക്കെ തലകുത്തനെ ആവുന്ന കാലം വന്നാൽ എന്നാണ് അതിന്റെ അർത്ഥം. ഫത്ഹുൽ ബാരിയിൽ കൊടുത്തിട്ടുണ്ട്. ഐ തഹ്സുലു ഇൻകാസുൽ ഉമൂർ, കാര്യങ്ങളൊക്കെ, അതായത് തെലിദൽ അമത്തു റബ്ബതഹ, വെള്ളാട്ടി പെണ്ണ് അവളുടെ യജമാനത്തിയെ പെറുന്ന കാലം വന്നാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉമ്മ വേലക്കാരിയാവുക, മകള് യജമാനത്തിയാവുക എന്നൊക്കെ നടക്കുന്നത് പോലെ. പ്രത്യേകിച്ച് ചില സമ്പ്രദായങ്ങളുണ്ട്. ഉമ്മമാരടുക്കളയിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുക, യുവതിയായ ഭാര്യ ഭർത്താവിന്റെ കൂടെ മണിയറയിൽ സുഖിച്ച് രസിച്ചിരിക്കുക. എന്നിട്ട് ഗൾഫിൽ നിന്ന് വന്നതായിരിക്കും ഭർത്താവ്, എടിയേ മോളെ എന്നാ എന്നെ പുതിയാപ്പിളക്കാണ്ട് കൊണ്ടക്കൊടുത്തോ. 60 വയസ്സായ ഉമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ചു പറയാ, നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ചാണ്ട് കഴിച്ചാളി മോളെ എന്ന് പറഞ്ഞിട്ട് ഉമ്മ അടുക്കളയിലെ വേലക്കാരിയും മകള് രാജ്ഞിയുമായി പെരുമാറുന്ന അവസ്ഥ കുടുംബരംഗത്ത് സംജാതമാകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഇതിന്റെ ഒരർത്ഥം അങ്ങനെയാണെങ്കിൽ മറ്റൊരർത്ഥം തഹ്സുലു ഇൻകാസുൽ ഉമൂർ, കാര്യങ്ങളൊക്കെ തലകുത്തനെ സംഭവിക്കാൻ. അതിപ്പം പറഞ്ഞാൽ ശരിയാവൂല, കുറെ അധികം പറയാനുണ്ട്. കാര്യങ്ങൾ മുഴുവൻ തലകുത്തനെയാ. പഴയ കാലത്തൊക്കെ വീട്ടിന്റെ ഉള്ളില് ചൂട് വല്ലാതെ കൂടിയാ എന്താ ചെയ്യല്? വാതിലൊക്കെ ഒന്ന് തുറന്നിടുന്നാ പറയാ. ഇപ്പോഴോ ചൂട് വല്ലാതെ ഉണ്ട്, ആ സ്വിച്ച് ഒന്ന് ഇട്ടാ, വാതിലൊക്കെ ഒന്ന് അടച്ചാ, AC എയർ കണ്ടീഷൻ വർക്ക് ചെയ്ത് പ്രവർത്തിച്ച് ഭംഗിയാകണമെങ്കിൽ വല്ലാതെ ചൂടുണ്ട്. പഴയ കാലത്തൊക്കെ വീട്ടിന്റെ മുറ്റത്ത് വെച്ച് വീട്ടിന്റെ കോലായിൽ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി, എനിക്ക് മൂത്രം ഒഴിക്കണോ കക്കൂസി പോണോ എന്ന് പറഞ്ഞാ ഉമ്മ പറയും, പറമ്പി പോ. കോലായിൽ നിന്നിറങ്ങി, അടുക്കളയിൽ നിന്നിറങ്ങി പറമ്പിൽ പോയിട്ട് മൂത്രിക്കും. ഇപ്പം പറമ്പിൽ വെച്ച് കളിക്കുന്ന കുട്ടി എനിക്ക് മൂത്രിക്കാറുണ്ട് എന്ന് പറഞ്ഞ അമ്മ പറയും, അകത്ത് പോയിട്ട് തൂറടാ. മുറ്റത്തുനിന്നല്ല, അകത്ത് പോയിട്ട്. കാരണം യൂറോപ്യൻ ക്ലോസറ്റ് പിടിപ്പിച്ചിരിക്കുന്ന അകത്തിന്റെ ഉള്ളിലാ, നേരെ തല കുത്തന. ഇതിപ്പോ കൂടുതലൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല, അത് കുറെ അധികം പറയാനുണ്ട്.
തഹ്സുലു നിക്കാസുൽ ഉമൂർ. ഇനി നിങ്ങൾ ഉറക്കത്തിൽ ചിരിക്കരുത് കേട്ടോ, ഇതിങ്ങനെ ആലോചിച്ചിട്ടേ, കാരണം പലതും പറയാനുണ്ടാകും. പഴയ കാലത്തുള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇന്ന് നടക്കുന്നത് 1ഉം 2ഉം 100ഉം കാര്യങ്ങളല്ല. പട്ടിക്കാട് കോളേജിൽ വെച്ച് പഠിക്കുമ്പോൾ ബഹുമാന്യരായ അബ്ദുള്ള ഉസ്താദ് ഈ ക്ലാസ് എടുത്തപ്പോഴേ 1/2 മണിക്കൂർ നേരം സദസ്സിൽ 300 ചില്ലാനം വിദ്യാർത്ഥികളെ ഞങ്ങൾ ചിരിയോട് ചിരിയാ. കാരണം ഉസ്താദ് ഓരോന്ന് പറയുമ്പോഴും അത്ഭുതങ്ങളായിരുന്നു. ഇന്ന് പറയണോ ഞാൻ? അത് നിങ്ങൾക്കൊക്കെ ചിന്തിക്കാൻ വിലയേറിയ ഈ സമയം ചെലവഴിക്കേണ്ടതില്ല. മഹാനായ റസൂലുള്ളാഹി പറഞ്ഞത് കറക്റ്റ്. പരമദരിദ്രരായ, വസ്ത്രത്തിന് വകയില്ലാത്ത, ചെരുപ്പ് ധരിക്കാൻ വകയില്ലാത്ത, ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത സാധുക്കൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പണക്കാരായി, കോടീശ്വരന്മാരായി, വലിയ വലിയ കൊട്ടാരങ്ങളെയും മണിമാളികളെയും ഉണ്ടാക്കുന്നതിൽ മത്സരിക്കുന്നത് കാണും. റസൂലുള്ളാഹി പറഞ്ഞു. ഇത് നിങ്ങൾ കുറെ വട്ടം കേട്ടു എന്നതുകൊണ്ടൊന്നും ഇതിന്റെ പ്രസക്തി പോകില്ല. ഇത് വളരെ കറക്റ്റാ. ദുബൈയിലും അബുദാബിയിലും ഒക്കെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യ. ഇപ്പൊ ചില അറബി ശൈഖന്മാരൊക്കെ ഇവിടെ ഒക്കെ വരാറുണ്ട്. അവരൊക്കെ 25-50 കൊല്ലം മുമ്പൊക്കെ പരമദരിദ്രരും ആടിനെ മേയിച്ചവരും ചെരുപ്പ് ധരിക്കാൻ വകയില്ലാത്തവരുവാ. ഇന്ന് അവര് കോടീശ്വര പ്രമുഖന്മാരാണ്. അവര് കൊട്ടാരങ്ങളെ ഉണ്ടാക്കുന്നതിൽ മത്സരിക്കുകയാണ്. ജർമ്മനിയിൽ നിന്ന് വന്ന സാങ്കേതിക വിദഗ്ധന്മാർ കടലിൽ കൊട്ടാരമുണ്ടാക്കി കൊടുക്കുകയാണ്. കൊട്ടാരങ്ങൾ ഉണ്ടാക്കുന്നതിൽ മത്സരിക്കും. ആര്? അറുപാവങ്ങൾ. അത് കേരളത്തിലും അതിന്റെ മാറ്റലിയുണ്ട്. ഗൾഫ് എന്ന കവാടം തുറന്നതോടുകൂടി ഇവിടെ ഓടി നടന്നിരുന്ന, കഷ്ടപ്പെട്ട വെണ്ടി വലിച്ച് നടന്നിരുന്ന, അരി വാങ്ങാൻ വകയില്ലാതെ പാവപ്പെട്ടവൻ ഗൾഫിൽ പോയി 5 കൊല്ലം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഇവിടെ വന്നിട്ട് അയൽവാസി ഉണ്ടാക്കിയത് 10 ലക്ഷത്തിന്റെ തറയാ. അതുകൊണ്ട് അവനെ ഒന്ന് തോപ്പിക്കാൻ 12 ലക്ഷത്തിന്റെ ഒരു തറയാ ഞാൻ ഇട്ടിരിക്കുന്നത്. ഗൾഫിലെ സാധു പറയൂ, ഉസ്താദ് എന്റെ വീട്ടിനുള്ള മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ നിന്ന് തന്നെ കൊണ്ടുപോകാന്നാ ഞാൻ തീരുമാനിച്ചത്. എടാ പൊട്ട, അവിടുന്ന് കൊണ്ടുവരണോ? അതിനേക്കാളും ചെറിയ വിലക്ക് ഇന്ത്യയുടെ ക്വാളിറ്റിയുള്ള സാധനം കിട്ടും. ചുരുങ്ങിയത് വാത് കേട്ടിട്ട് എനിക്ക് അങ്ങനെയെങ്കിലും ഒരു ലാഭം ഉണ്ടാകട്ടെ. അതുകൊണ്ട് വീടുണ്ടാക്കാനുള്ള സാധന സാമഗ്രികളിൽ വിദേശത്തു നിന്ന് കൊണ്ടുവരുന്നത് ടാക്സും കൊടുക്കണം, കസ്റ്റംസ് ഓഫീസർക്ക് കൈക്കൂലിയും കൊടുക്കണം. അതിന്റെ ഒക്കെ പുറമെ പിടിച്ചു പോയാൽ കുടുങ്ങുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടാക്കിക്കോ. എന്നാലും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ നിന്നെ കുറിച്ചാണെന്ന് നീ പഠിച്ചോ. ഫിൽ ബുനിയാൻ. 5 പൈസക്ക് വകയില്ലാത്ത ആളുകൾ, ആടിനെ മേച്ച് നടന്നിരുന്ന ആളുകൾ, ചെരുപ്പ് വാങ്ങാൻ പോലും വകയില്ലാത്ത ആളുകൾ വലിയ വലിയ മണിമാളികൾ ഉണ്ടാക്കാൻ വേണ്ടി മത്സരിച്ച് നടക്കുന്നത് കണ്ടാൽ ഖിയാമത്ത് നാൾ പ്രതീക്ഷിച്ചോ. ഇനി കൂടുതൽ കാലം ഉണ്ടാകില്ലെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അവിടുന്ന് പറഞ്ഞ ഓരോ സംഭവങ്ങൾ ഇനി ഞാൻ പറയാം. എനിക്കും തിരിയാത്തത്, എനിക്കും മനസ്സിലായിട്ടില്ല, അർത്ഥം ഞാൻ വെക്കൂല, ഹദീസ് മാത്രം ഞാൻ പറയും. റസൂലുള്ളാഹി പറയുന്നു, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് നിയന്ത്രിക്കുന്ന അല്ലാഹു തന്നെയാണ് സത്യം. ലാ തഖൂമു സ്സാഅത്തു, ഖിയാമത്ത് നാൾ സംഭവിക്കില്ല. ഹത്താ തുകല്ലിമ സിബാഉൽ ഇൻസാ, മൃഗങ്ങൾ മനുഷ്യരോട് സംസാരിക്കുന്നത് വരെ. അതിന്റെ വാക്കർത്ത് അങ്ങനെയാ. വൽ ബാഖി അല്ലാഹു അഅലം. ബാക്കിയുള്ളത് നിങ്ങൾ തീരുമാനിച്ചോ. അതിന്റെ അർത്ഥവിവക്ഷ എന്താണെന്ന് നിങ്ങൾ തീരുമാനിച്ചോ. അള്ളാഹു തുർമുദി ഉദ്ധരിച്ച ഹദീസ, മൃഗങ്ങൾ മനുഷ്യരോട് സംസാരിക്കുന്ന കാലം വരും. മൃഗങ്ങൾ മനുഷ്യരോട് സംസാരിക്കുന്ന കാലം. ഹത്താ തുകല്ലിമ സിബാഉൽ ഇൻസാ, മനുഷ്യന്മാരോട് സംസാരിക്കും. ആര്? മൃഗങ്ങൾ. തൊഴുത്തിലുള്ള മൂരി എരുമയൊക്കെ ഗുഡ് മോർണിംഗ്. സുഖം തന്നെയല്ലേ? നിങ്ങൾ പോയതിനു ശേഷം ഇവിടെ 4 ടെലിഫോൺ വന്നിട്ടുണ്ട്. ഞാനത് കൂടുതൽ ഇപ്പൊ പറയാൻ സമയമില്ല. മരിക്കാത്ത ഓർമ്മകൾ കണ്ടുപിടിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്. 2025 വർഷമാകുമ്പോൾ വീട്ടിലെ അടുക്കളയിലെ കന്നുകാലികൾ സംസാരിക്കാനുള്ള സംവിധാനം ഗവേഷണത്തിൽ ഇരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതൊക്കെ വിശദീകരിക്കാൻ ഇപ്പൊ സമയമില്ല. സംഭവം വളരെ ചുരുക്കി പറയാം. മനുഷ്യരുടെ ഓർമ്മയെ പതുക്കെ കമ്പ്യൂട്ടറിലേക്ക് പകർത്താൻ കഴിയുമെന്നും ആ ഓർമ്മകൾ നാനോ ചിപ്പി എന്ന നാനോ ടെക്നോളജിയെ അടിസ്ഥാനപ്പെടുത്തി, അഥവാ ഗ്രീക്ക് പദമാണ് നാനോ, ഏറ്റവും ചെറിയ സാധനത്തിന്റെ പേരാ നാനോ. നാനോ ടെക്നോളജി എന്നൊരു ടെക്നോളജി ഉണ്ട്. പ്രത്യേകമായ ഇലക്ട്രോണിക് ചിപ്പികളെ, രശ്മികളെ, ചെറിയ സാധനം, അതിന്റെ ഉള്ളിലേക്ക് വിവരങ്ങളും വിജ്ഞാനങ്ങളും ആശയങ്ങളും ഒക്കെ കയറ്റി വെക്കാം. ചെറിയ ഒരു സാധനമായിരിക്കും. അത് ചെറിയൊരു കുഞ്ഞിലേക്ക് തുന്നിപ്പിടിപ്പിച്ചു വെച്ചാൽ അതിൽ കയറ്റിയ എല്ലാ ഭാഷയും എല്ലാ കാര്യങ്ങളും ആ കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കും. അതേ ചിപ്പി നാനോ ടെക്നോളജി അടിസ്ഥാനത്തിൽ ലണ്ടനിൽ വികസിപ്പിക്കപ്പെടാൻ പോകുന്ന ഒരാളുടെ ആയുസ്സിലെ ഓർമ്മകൾ മുഴുവൻ പകർത്തിയെടുക്കാനുള്ള ചെറിയ ചിപ്പി, അത് വേറെ ഒരാളിലേക്ക് അങ്ങ് കയറ്റി വെച്ചാൽ ആ ആള് വലിയ ആലിമായി മാറും. ഡോക്ടർ, നിങ്ങളൊക്കെ പഠിച്ചത് വെള്ളത്തിലായി പോകും കേട്ടോ. കാരണം എന്താ? നിങ്ങൾ ഈ കാലം വരെ ഗവേഷണവും അന്വേഷണവും പഠനവുമായി കഴിഞ്ഞുകൂടിയതൊക്കെ കൂടി ഒരു കമ്പ്യൂട്ടറിലേക്ക് ഇങ്ങോട്ട് പകർത്തുക. എന്നിട്ട് ആ കമ്പ്യൂട്ടറിനെ ചിപ്പി എന്ന് അതിന് പേര് കൊടുത്തിരിക്കുക, നാനോ ചിപ്പി. ആ ചിപ്പി പതുക്കെ എന്റെ ഇവിടെയാണല്ലോ ഫിറ്റ് ചെയ്യേണ്ടത്. കണ്ണിന്റെ ഇവിടെ ഉണ്ടല്ലോ ഞരമ്പ്, ഇവിടെ ഫിറ്റ് ചെയ്യുക. എന്നിട്ട് ഡോക്ടർ മുഹമ്മദ് ഫൈസി, ഡോക്ടർ അബ്ദുറഹ്മാൻ മൗലിയാർ, എല്ലാ ഇൽമും എനിക്കുണ്ടാവും.
അങ്ങനെ ഒരു കാലം വരും 2025. എന്നിട്ട് പറയുന്നു ഈ നാനോ ടെക്നോളജി ചിപ്പി ഒരു മൃഗത്തെ മേൽക്കാണ്ട് കയറ്റി വെച്ചാൽ ഈ ആലിമായ ശാസ്ത്രജ്ഞന്റെ ഇൽമു മുഴുവൻ മൂപ്പർക്കുണ്ടാകും. അപ്പോ ആലിമായ പോത്ത് എന്നൊക്കെ പറയുന്ന അവസ്ഥ. ഇത് ഇപ്പൊ നമുക്ക് ചിരിക്കുക, അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ പറയുമല്ലോ ഫൈസി വായത് പറഞ്ഞത് പുലർന്നു എന്നല്ലാതെ ഞാൻ എന്തോന്ന് പറയാനാ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് തോന്നിക്കും അങ്ങനെ സംസാരിക്കാൻ ഇത് എവിടെതാ കുറെ മനുഷ്യന്മാരിക്കുന്നത്. ഇവിടെ ഈ ഇരിക്കുന്ന മുസ്തഫായെക്കാളും ബുദ്ധിയും വിവരമുള്ള ടേപ്രക്കാരുള്ള കാലമല്ലേ ഇത്. ഈ ടേപ്രക്കാർ എങ്ങനെയാ സംസാരിക്കുന്നത്? അതിനുള്ള ചെറിയ 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 രശ്മികൾ, തരംഗങ്ങൾ, ഇംഗ്ലീഷിൽ പേരങ്ങോട്ട് പറഞ്ഞ് പേടിപ്പിക്കൊന്നും വേണ്ട. ചുരുക്കത്തിൽ ടെലിവിഷൻ അല്ലെങ്കിൽ റേഡിയോ, അതും അല്ലെങ്കിൽ ടേപ്രക്കാർഡ്, അതിൽ സംസാരിക്കുന്ന യന്ത്രമെന്തോ ആ യന്ത്രത്തെ മൃഗത്തിന്റെ ശരീരത്തിലേക്ക് പ്രത്യേക ടെക്നോളജി മൂലം തുകുഞ്ഞി വെച്ചാൽ ആ മൃഗം സംസാരിച്ചു തുടങ്ങും. അതിനെക്കുറിച്ച് ഗവേഷണം നടന്നുകൊണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് 25 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ദശദിന പ്രഭാഷണത്തിൽ ഈ ഹദീസിന്റെ അർത്ഥം ഞാൻ ബാക്കി പറയും. ഇന്ന് ഇവിടെ വെച്ചോ. ഹത്താ തുകല്ലിമ സിബാഉൽ ഇൻസ, മൃഗങ്ങൾ മനുഷ്യന്മാരോട് സംസാരിക്കുന്ന തീയതി വരും. വരുന്നത് വരെ ഖിയാമത്ത് നാൾ നടക്കൂല. വഹത്താ തുകല്ലിമ റജുല അദ്ബതു സൗതിഹി, മനുഷ്യന്മാര് കയ്യിൽ കൊണ്ട് നടക്കുന്ന വടിയുടെ തുമ്പ് മനുഷ്യനോട് സംസാരിക്കും. ടെലിഫോൺ, വയർലെസ്, സെല്ലുലാർ, അതൊന്നും തോനെ പറയണ്ട. വയർലെസ് കമ്മ്യൂണിക്കേഷൻ വളർന്നു വർദ്ധിച്ചു. കയ്യിലുള്ള ചെറിയ ചെറിയ വടികളൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുക. മൈക്കിന്റെ തുമ്പ് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ചെരുപ്പിന്റെ വാറ് സംസാരിക്കും. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കുറെ മണിക്കൂർ കഴിഞ്ഞ് വീട്ടിലേക്ക് അങ്ങോട്ട് പോയാൽ വീട്ടിലേക്ക് കയറി ഉടനെ തന്നെ കാലിന്റെ തൊട സംസാരിക്കും. വീട്ടിൽ നടന്നതൊക്കെ പെണ്ണുങ്ങൾക്കൊന്നും ഒരു തട്ടിപ്പും പോലെ ചെയ്യാൻ കഴിയില്ല. പൊരേക്കാട് കയറി ചെന്ന ഒരു സ്വിച്ച് ഇട്ടുണ്ടെങ്കിൽ തൊട ഇങ്ങനെ എന്താ സംഭവം എന്നറിയോ? ഈ തൊടയും വീടും തമ്മിൽ കണക്ഷൻ ഉള്ള ഒരു ചെറിയ യന്ത്രം ഉണ്ടാവും. അത് തൊടമ്പല് പതുക്കെ കയറ്റി ഫിറ്റ് ചെയ്തിരിക്കും. ഇത് ഇങ്ങനെ ഒരു സിനിമ ഉണ്ട് ഇപ്പൊ. എന്താണെന്നറിയോ? ശാസ്ത്രം കണ്ടുപിടിക്കാൻ പോകുന്ന കാര്യങ്ങളെ ബുദ്ധിമാന്മാരായ രചയിതാക്കൾ സംവിധാനം ചെയ്തിട്ട് അതിപ്പോ സിനിമ എടുക്കുക. എന്നിട്ട് കണ്ടുപിടിക്കുമ്പോൾ ഓർക്ക് നോബൽ സമ്മാനം കിട്ടുക. അങ്ങനെയാണെങ്കിൽ എന്തോ ഒന്ന് നിൽക്കും കിട്ടിക്കോട്ടെ സാധുക്കളെ. അതുകൊണ്ട് പറഞ്ഞു പോവുക. പക്ഷെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് പുലരാതിരിക്കില്ല. മൃഗങ്ങൾ സംസാരിക്കുന്ന അവസ്ഥ വരും. മരത്തിന്റെ തുമ്പ് സംസാരിക്കുന്ന കാലം വരും. ചെരുപ്പിന്റെ വാറ് സംസാരിക്കുന്ന കാലം വരും. അവന്റെ കാലിന്റെ തുട അവന്റെ വീട്ടിലുള്ള രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന കാലം വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതെങ്ങനെയൊക്കെയാണ് എന്ന് ഞാൻ പറയുന്നത് പോലെ ആയിക്കൊള്ളണമെന്നില്ല. അത് എന്റെ ഭാവനയാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാക്കാൻ മാത്രം ഇന്നത്തെ ലോകം വളർന്നിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂല് ഇനിയും പറഞ്ഞ എത്ര കാര്യങ്ങൾ. ഇനി വേറെ ഒരു വിഷയം. വല്ലദീ നഫ്സീ ബിയദിഹി, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു ലോകം നശിക്കും. സാമൂഹ്യ ദുരന്തങ്ങൾ ഉണ്ടാകും. ആളുകൾ ചീത്തയാകും. ഭാര്യയെ വെറുത്തിട്ട് ഭർത്താവ് ആത്മഹത്യ ചെയ്യും. ഭർത്താവിനെ വിഷമിച്ചിട്ട് ഭാര്യ തൂങ്ങിച്ചാവും. കുട്ടികളെ വിഷമിച്ചിട്ട് ബാപ്പയും ഉമ്മയും കൂടി തൂങ്ങിച്ചാവും. ഒക്കെ ജമാഅത്തായിട്ട് തൂങ്ങിച്ചാവുന്ന കാലഘട്ട. ഈ കാലത്തെ പറ്റി അല്ലാഹു റസൂൽ പറയാ, ലാ തദ്ഹബു ദുനിയ, ലോകാവസാനത്തോട് അടുക്കുമ്പോൾ സംഭവിക്കും. ഹത്താ യമുറ റജുലു ബിഖബരി, ഖബറിന്റെ അടുത്തുകൂടെ മനുഷ്യന്മാർ ഇങ്ങനെ നടന്നു പോകും. ഫയതമററു അലൈഹി, മനസ്സിന്റെ വിഷമത്താൽ ആ ഖബറിലേക്ക് ചാടി വീണിട്ട് ഉരുണ്ട് മറിഞ്ഞ് പൊട്ടിക്കരയും. യാ ലൈതനി മകാന സാഹിബ ഹാദൽ ഖബർ, എന്റെ കുടുംബത്തിലെ വിഷമം, എന്റെ ഓഫീസിലെ വിഷമം, എന്റെ ഗൾഫിലെ വിഷമം സഹിക്കാൻ കഴിയുന്നില്ല. ഈ ഖബറിലുള്ള മനുഷ്യന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഖബറിന്മേൽ കയറിയിട്ട് കിടന്നുരുളും മനുഷ്യന്മാർ. വലൈസ ബിഹി ദീനു മാ ബിഹി ഇല്ലൽ ബലാ, ദീനീ കാര്യത്തിലുള്ള ഈമാൻ കൊണ്ടല്ല, ദുനിയാവിലെ വിഷമം കൊണ്ട് ഖബറിന്മേൽ ഉരുണ്ടിട്ട് ഖബറിൽ കിടക്കുന്ന ആളായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് വിലപിക്കുന്ന കാലം വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പടച്ചോനെ 4 കൊല്ലം മുമ്പ് മരിച്ചു പോയിരുന്നെങ്കിൽ ഇതൊന്നും കാണേണ്ടില്ലായിരുന്നല്ലോ എന്ന് പറയുന്ന അവസ്ഥ. നിസ്കാര പായലിരിക്കുന്ന ഉമ്മ അസർ നിസ്കരിച്ചിരിക്കുക. ഞാൻ ഈ പ്രസംഗിക്കുന്ന പ്രദേശത്തിന്റെ തൊട്ടടുത്തായിരുന്നു സംഭവം. 7-8 കൊല്ലമായിട്ടുണ്ടാകും. മനോരമ റിവായത്ത് ചെയ്ത ഹദീസാണ്. നിസ്കാര പായലിരിക്കുന്ന ഉമ്മ കള്ളു കുടിക്കാനുള്ള പൈസ തരാത്തതിന്റെ പേരിൽ മുസ്ലിമായ കുട്ടി കടാരി കൊണ്ട് കുത്തിക്കൊന്നു മാതാവിനെ. സുബ്ഹാനല്ലാഹ്. ആ ഉമ്മ വിഷമം കൊണ്ട് പറഞ്ഞു പോകൂലേ, മരിക്കുന്നതിന് മുമ്പ് സംസാരിക്കാൻ യോഗം ഉണ്ടെങ്കിൽ പറയൂലേ, ഞാനൊരു 10 കൊല്ലം മുമ്പ് ഇമ്മോനെ പെരുണയും മുമ്പ് മരിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നല്ലോ പഠിച്ചോനെ, ഇങ്ങനെ ആയിപ്പോയല്ലോ എന്റെ വിധി. എങ്കിൽ ഇങ്ങനെ ദുനിയാവിലെ വിഷമം കൊണ്ടും അസ്വാസ്ഥ്യങ്ങളെ കൊണ്ടും ഖബറിലുള്ള ആളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ മതിയായിരുന്നേനെ എന്ന് മനുഷ്യന്മാര് വ്യഥ കൊള്ളുന്ന കാലം വരുമെന്ന്
ഉണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ കുറെ ഒഴിവാക്കുന്നു, നമ്മുടെ സമയം എവിടെ എത്തൂല, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഓരോ കാര്യം ഒന്നുകൂടെ പറയാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് നിയന്ത്രിക്കുന്ന റബ്ബ് തന്നെയാണ് സത്യം, ലാ തദ്ഹബു ദുനിയ, ഖിയാമത്ത് നാൾ നടക്കൂല. ഖിയാമത്ത് നാളിനോട് അടുക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം, ജനങ്ങൾക്ക് ഒരു കാലഘട്ടം വരും, ലാ യദ്രിൽ ഖാതിലു ഫീമ ഖതൽ വലൽ മഖ്തൂലു ഫീമ ഖുതിൽ. ഡിറ്റക്റ്റീവ് ഉദ്യോഗസ്ഥന്മാർ അവര് പറയും ഈ ഹദീസിന് നോബൽ സമ്മാനം കൊടുക്കണം. എന്താ അതിന്റെ അർത്ഥം? ലാ യദ്രിൽ ഖാതിലു ഫീമ ഖതൽ, കൊലയാളി കൊല്ലും ആളുകളെ. എന്താണ് ഈ കൊന്നത്? എനിക്കറിഞ്ഞൂടാ. അതിന്റെ അർത്ഥം ലാ യദ്രിൽ ഖാതിലു, കൊലയാളിക്കറിയില്ല, ഫീമ ഖതല, എന്തിനാണ് കൊന്നത്. ഷഫാനത്ത് എന്ന പെൺകുട്ടിയെ കൊന്നില്ലേ ശേഖരൻ തന്നെയല്ലേ? അതൊന്നും വബുത്ത് തെറ്റൂല, ഹറക്കത്ത് പോലും തെറ്റൂല. ആ രൂപത്തിൽ അവിടെ പഠിച്ചു വെക്കൂ. ചോദിച്ചു പോലീസ് ഉദ്യോഗസ്ഥൻ, എന്തിനാടാ കൊന്നത്? ലാ യദ്രിൽ ഖാതിലു ഫീമ ഖതൽ, എനിക്കറിയാൻ വയ്യ തമ്പുരാന്മാരെ. കൊലയാളി പറയും എന്തിനാണ് കൊന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. വലൽ മഖ്തൂലു ഫീമ ഖുതിൽ, കൊല്ലപ്പെട്ടവൻ പറയും എന്നെ എന്തിനാ കൊന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടവൻ സംസാരിക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ ആ ഷഫാനത്ത് എന്ന 9 വയസ്സുകാരി പെൺകുട്ടിയെ പതുക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കൂട്ടത്തിൽ ചോദിക്കാനും കൂടി ഒരു സംവിധാനം ഉണ്ടെങ്കിൽ, എന്തിനാ മോളെ എന്നെ കൊന്നത്? എനക്കറിഞ്ഞൂടാ. കൊല്ലപ്പെട്ടവൻ എന്തിനാ കൊല്ലപ്പെട്ടത് എന്ന് അറിഞ്ഞുകൂടാ, കൊന്നവന് എന്തിനാ കൊന്നത് എന്ന് പറഞ്ഞുകൂടാ. ഇന്നത്തെ കാലത്ത് നടക്കുന്ന ഒറിജിനൽ കൊലപാതകങ്ങൾ. അങ്ങനത്തെ ഒരു കാലം വരും. ഫഖീല, അപ്പൊ സഹാബത്ത് ചോദിച്ചു, കൈഫ യകൂനു ദാലിക, അതെങ്ങനെയാ നബി ഉണ്ടാവുക? കൊല്ലുന്ന പിന്നെ ഇങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ വിവക്ഷ? അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അതൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല സഹാബാക്കളെ. ലോകാവസാനം വരുമ്പോ കൊലപാതകം വർദ്ധിക്കും. അൽ ഹർജ് അൽ ഹർജ് അൽ ഹർജ്, കൊലയോട് കൊല, കൊലയോട് കൊല, കൊലയോട് കൊല, കണ്ണിൽ കണ്ടവരെ മുഴുവൻ കൊല. ബോംബെ നഗരത്തിലൊക്കെ 2 വർഷം മുമ്പ് നടന്ന കൊലയൊക്കെ കൊലയോട് കൊലയാ. എന്തിനാണ്? കൊന്നവർക്ക് പറഞ്ഞൂടാ, കൊല്ലപ്പെട്ടവർക്ക് പറഞ്ഞൂടാ. സുബ്ഹാനല്ലാഹ്. അൽ ഹർജ് അൽ ഹർജ് അൽ ഹർജ്, കൊലയോട് കൊല, കൊലാപാതക രാഷ്ട്രീയം ഇത് മുഴുവൻ ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ കൺകൊണ്ട് കാണുന്ന കാര്യങ്ങളാ. മുസ്ലിമീങ്ങൾക്ക് മറ്റു സമുദായങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ബഹുമാനം തകരും റസൂലുള്ളാഹി പറഞ്ഞു. അതൊന്നും ഇപ്പൊ പറയാൻ സമയമില്ല. ഭക്ഷണത്തലികയിലേക്ക് ചുറ്റുമിരിക്കുന്നവർ കൈവേന്തി ഭക്ഷണം വാരി വലിച്ച് തിന്നുന്നത് പോലെ നിങ്ങളുടെ ചുറ്റുഭാഗത്തുമുള്ള ആൾക്കാർ, മുസ്ലിം സമുദായമേ, നിങ്ങളുടെ അഭിമാനത്തെ പിച്ചു ചീന്തുന്ന കാലം വരുമെന്ന് ഖാല റസൂലുള്ളാഹി. അന്ന് നിങ്ങളുടെ ബാബരി മസ്ജിദും പൊളിക്കും, ചോദിക്കാൻ ഒരൊറ്റ കുട്ടി ഉണ്ടാവില്ല. ബൈത്തുൽ മുഖദ്ദസും പിടിക്കും, തിരിച്ചു വാങ്ങാൻ ഒരു കുട്ടി ഉണ്ടായിരിക്കില്ല. ജൂതന്മാര് തിരിച്ചു പിടിച്ചില്ലേ? ജൂതന്മാര് വാങ്ങിയില്ലേ ബൈത്തുൽ മുഖദ്ദസ്? ഫതഹഹാ ഉമറു വഹററഹാ സലാഹുദ്ദീൻ വമൻ ലഹലാൻ. കരയുകയാണ് മസ്ജിദുൽ അഖ്സ. വയസ്തസ്രിഖുൽ അറബൽ മയാമീന നജ്ദതൻ ഫലം യബ്ഖ ഇല്ല അൽ വഅദു ബിൽ കലിമാതി. ഫലസ്തീൻ കവി സലീം പറഞ്ഞതുപോലെ വലിയ വലിയ ഉച്ചകോടികൾ ചേരുന്നു അറബികൾ, എന്നിട്ട് പ്രസ്താവനകൾ ഇറക്കുന്നു, മസ്ജിദുൽ അഖ്സ പിടിച്ചെടുക്കണം. പക്ഷേ ലോകത്തുള്ള യഹൂദികളുടെ കയ്യിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് പിടിക്കണമെന്ന് ഒരൊറ്റ ഫഹദ് രാജാവ് വിചാരിച്ചാൽ മതി സുഹൃത്തുക്കളെ. അതും വേണ്ട, ഒരൊറ്റ ഹുസൈൻ രാജാവ് വിചാരിച്ചാൽ മതി. ഒരിക്കൽ മുഹമ്മദ് ബഷീറിന്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ, അറബ് ലോകത്തുള്ള മുസ്ലിമീങ്ങൾ ഒന്നിച്ച് ജമാഅത്തായി മൂത്രമൊഴിച്ചാൽ ആ മൂത്രത്തിൽ ഒഴുകിപ്പോകാൻ മാത്രമേ ജൂതന്മാരുള്ളൂ. പക്ഷേ ആ ജൂതന്മാരുടെ കയ്യിലാ പരിശുദ്ധ മസ്ജിദുൽ അഖ്സ. അത് തിരിച്ചു പിടിക്കാൻ മുസ്ലിമീങ്ങൾക്ക് കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ചുറ്റുമുള്ള സമുദായക്കാര് നിങ്ങളെ മുഴുവൻ പിടിച്ച് പിച്ച് ചീന്തി കീറിപ്പറിച്ച് തിന്നും. അങ്ങനെ ഒരു കാലം വരും. അപ്പോഴാ നിഷ്കളങ്കന്മാരായ സഹാബാക്കൾ ചോദിച്ചു, അമ്മിൻ ഖില്ലത്തിൻ നഹ്നു യാ റസൂലല്ലാഹ്, ഞങ്ങൾ അത്രയും കുറച്ചായിരിക്കോ നബിയേ? ഞങ്ങൾ എങ്ങനെയൊക്കെ മറ്റ് സമുദായക്കാരെ ആക്രമിക്കാൻ? അല്ല, നിങ്ങൾ കുറെ ഉണ്ടാകും. കാനേഷുമാരി കണക്കിൽ കുറെ ഉണ്ടാകും. ലോകത്ത് ജനസംഖ്യ കണക്കനുസരിച്ച്, റാബിത്തയുടെ കണക്കനുസരിച്ച് 1-ാം സ്ഥാനത്ത് മുസ്ലിമീങ്ങളാ. ലോകത്തിന്റെ മൊത്തം കണക്കനുസരിച്ച് 2-ാം സ്ഥാനം മുസ്ലിമീങ്ങളാ. ബൽ അൻതും യൗമ ഇദിൻ കസീർ, നിങ്ങൾ അന്ന് വളരെ കൂടുതൽ ഉണ്ടായിരിക്കും. വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ, ഒലിവെള്ളം പോലെ, ഒലിവെള്ളത്തിലെ ചണ്ടി ചവറ് പോലെ 5 പൈസക്ക് കൊല്ലാത്തവരായിരിക്കും നിങ്ങളെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അന്ന് നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ചുള്ള ഭയം ഉണ്ടാവുകയില്ല. അല്ലേ? തിരൂരങ്ങാടിയിൽ ഒരു മുസ്ലിമായ സുഹൃത്ത് റമദാൻ മാസത്തിൽ പരസ്യമായി വീട് വലിക്കാൻ ധൈര്യം കാണിച്ചിരുന്നോടാ മുസ്ലിം? പറയൂ, കഴിഞ്ഞിരുന്നവണ്ട്
മറ്റൊരു മുസ്ലിം ഇത് റമദാൻ മാസ പബ്ലിക്കായിട്ട് വീഡിയോ വലിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് മോശമാ, അവരുടെ അഭിമാനത്തിന് കുഴപ്പമാ എന്നുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മുസ്ലിം ചെറുപ്പക്കാരൻ പബ്ലിക്കായി കള്ളു കുടിക്കുന്നു റമദാൻ മാസം പകൽ. വീഡിയല്ല, കള്ള്. മുസ്ലിം ഇവിടെ എത്തിപ്പോയി. സുബ്ഹാനല്ലാഹ് നമ്മുടെ അവസ്ഥ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അതൊക്കെ സംഭവിക്കും. ഹുബ്ബുദ് ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്, നിങ്ങൾ ദുനിയാവിന്റെ അടിമകളായി പോകും, മരിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും ഒരുക്കമുണ്ടാവില്ല. ഇങ്ങനെ ഒരു കാലം വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച് പറഞ്ഞ ഹദീസുകൾ ഇന്ന് ഞാൻ കുറെ ചുരുക്കുകയാണ്, എവിടെയും എത്തൂല. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച കാര്യം, കള്ളുകൂടി വർദ്ധിക്കും. എങ്ങനെയാ വർദ്ധിക്കുക? യകൂനു ഫീ ഉമ്മത്തി മൻ യസ്തഹില്ലൂനൽ ഖംറ, കള്ള് ഹലാൽ വാദിക്കുന്നവര് വരും. കള്ള് കുടി വർദ്ധിക്കല്ല, കുടിക്കുന്നവൻ കുടിച്ചോട്ടെ എന്ന് വെക്കാൻ പറ്റുമോ? കള്ളുകുടി ഹലാലാണ് എന്ന് പറഞ്ഞുകൊണ്ട് കള്ളു കുടിക്കും. എന്താ കാരണം? യുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ, കള്ളിന്റെ പേര് മാറ്റിയിടും, എന്നിട്ട് അത് കുടിക്കും. പേര് മാറ്റുക, കള്ള് എന്ന് പറയില്ല. ആ കള്ള് ഹംറ്, അത് അല്ലാഹ് ഹറാമാക്കിയതാ. ഇതോ, ഇത് ഹെറോയിൻ. ഓ ഹെറുലീൻ ഒക്കെ പറഞ്ഞ മാതിരി ഹെറോയിൻ. പിന്നെന്താ LSD, മരിജുവാന, അതൊക്കെ നമ്മളെ സാധനത്തിന്റെ പേരാ. എന്നിട്ട് പേര് മാറ്റിയിട്ടിട്ട് ഹലാലാണെന്ന് പറയുന്ന കാലം വരും. എന്നിട്ട് പബ്ലിക്കായിട്ട് കുടിക്കും ആ സാധനം. അതീ പെടുവോ? സുബ്ഹാനല്ലാഹ്, എനിക്ക് അറിഞ്ഞൂടാ. ഗൾഫിലൊക്കെ ഉണ്ട് കുടിക്കുന്ന ഒരു സാധനം. ആൽക്കഹോളിന്റെ അംശം ഉണ്ടെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്, എങ്കിലത് പറ്റൂല. ബീർ ആൽക്കഹോളില്ല എന്നാണോ തഹ്ഖീഖ്? അങ്ങനെയാണെങ്കിൽ, പക്ഷെ ഞാനതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ആൽക്കഹോളിന്റെ അംശം ഇല്ലെങ്കിൽ അത് കള്ളല്ല എന്ന് നമുക്ക് പറയാം. ഞാൻ ചിലപ്പം പറയലുണ്ട് സൗദി അറേബ്യയിലെ പെപ്സി, അതും അമേരിക്കക്കാരെന്തോ ഒരു ആൽക്കഹോൾ അതിലും കൂട്ടിയിട്ടുണ്ടെന്ന്. പക്ഷെ അതുകൊണ്ട് ഹറാമാന്ന് ഫത്വ കൊടുത്തു എന്നൊന്നും പറയല്ലേ ഭായമാരെ. കാരണം എപ്പോഴെങ്കിലും ജിദ്ദയിലൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും കുട്ടികൾ ഒരു പെപ്സി വാങ്ങിത്തരുന്നത് ഇല്ലാതെ ആക്കല്ലേ. ഞാൻ പറയുന്നത് കള്ളിന്റെ പേര് മാറ്റി പറഞ്ഞിട്ട് ഹലാലാക്കുന്ന കാലം വരും എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. ആ അവസ്ഥ ഹെറോയിന്, LSD, മരിജുവാന എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം മുതലാളിമാരൊക്കെ കുടിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടും ഇപ്പൊ ഇഞ്ചക്ഷനാ, കയറ്റി വിടുക സിറിഞ്ചിലൂടെ. കള്ളു കുടിക്കുന്നില്ലല്ലോ, കയറ്റി വിടുകയല്ലേ, ഇത് ഇഞ്ചക്ഷൻ അല്ലേ എന്നാ. ലഹരി അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് നേരത്തെ പറഞ്ഞു കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഹറാമാ. ഇനി അധികം വഴല് പറഞ്ഞുകൊണ്ടിരിക്കണം ആ വിഷയത്തിൽ. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും. പിന്നെ പറഞ്ഞു നമ്മുടെ മറ്റേ ഇഷ്ടന്മാരെ കുറിച്ച്, യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും ബിൽ അഹാദീസ്. ഈടെ മുജാഹിദ് വിഭാഗത്തിന്റെ തലതൊട്ടപ്പന്മാരായ വലിയ നേതാക്കന്മാരിരിക്കുന്ന ഒരു സദസ്സിൽ എനിക്ക് പ്രസംഗിക്കാൻ സമയം കിട്ടി. അവര് വിളിച്ചു വരുത്തി, അവര് വണ്ടിക്കൂലിയൊക്കെ തന്നു കൊണ്ടുപോയതാ. ഞാൻ അവിടെ വെച്ച് പ്രസംഗിച്ചപ്പോ പറഞ്ഞു, ലോകാവസാനത്തിന്റെ അടയാളങ്ങളായി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന. അത് ആരെ കുറിച്ചാണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, നിങ്ങളൊക്കെ തന്നെ വിലയിരുത്തിയാൽ മതി. നിങ്ങളെ കുറിച്ചാണെങ്കിൽ നിങ്ങളെ കുറിച്ചാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. അടയാളം ഞാൻ പറഞ്ഞു തരാ, പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആരെയിട്ട് പറഞ്ഞിട്ടില്ല, തിരിയേണ്ടവർക്കൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. യകൂനു ഫീ ആഖിരി സമാനി, അവസാനം കാലത്ത് പ്രത്യക്ഷപ്പെടും ഒരു വിഭാഗം. ദജ്ജാലൂന കദ്ദാബൂന, കള്ളമേ പറയൂ, അവർ കള്ളം പറയും, കള്ളത്തോട് കള്ളം. കദ്ദാബൂന, അവർ പെരും കള്ളന്മാരായിരിക്കും. എന്നിട്ട് പറയുന്നു യഅ്തൂനകും ബിൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻതും വആബാഉകും, നിങ്ങൾക്കോ നിങ്ങളുടെ വാപ്പമാർക്കോ പൂർവികന്മാർക്കോ പരിചയമില്ലാത്ത, കേൾവിയില്ലാത്ത, അവരാരും ലോകത്ത് ഇതുവരെ വാദിക്കാത്ത വാദങ്ങളാണ് അവർ കൊണ്ടുവരിക. അല്ലേ? മുജാഹിദ് ഇപ്പം പുതിയ കണ്ടുപിടുത്തം നിങ്ങൾ കേട്ടുകണോ? തറാവീഹ് എന്ന് പറഞ്ഞ നിസ്കാരം തന്നെ ഇല്ല. ഇതുവരെയൊക്കെ 8 റക്അത്ത് സാധുക്കൾ പറഞ്ഞൊക്കെ വെറുതെ ആയിപ്പോയിട്ടോ.